ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കുറേ പാരൻസിന് ഈ ഒരു വെക്കേഷൻ ടൈമിൽ കൂടുതലും കുട്ടികളെ ഏത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിക്കണം എന്നുള്ള വലിയൊരു ഡൗട്ടിലായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് അബാക്കസ് ആണ്. അബാക്കസ് ടീച്ചർ. ഞാൻ ബി സ്മാർട്ടിൻ്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ LKG UKG കുട്ടികൾക്ക്, അതുപോലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഈ ജൂണിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ ആയിട്ട് ജൂനിയർ അബാക്കസിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, അബാക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്സ് ആണ്, കംപ്ലീറ്റ്ലി മാത്സ് ആണ്. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ നമ്മളത് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും, അവർക്കത് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്. അവർക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് അബാക്കസ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള കുറേ ചെറിയ രീതിയിലുള്ള ടഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു ഏജ് മാത്രം നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ്, ആഡ്, ലെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ 5 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ സെക്ഷൻസ് ആയിട്ട് പോവാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാണ്ടായിരിക്കുക എന്താണ് ഈ ഒരു ജൂനിയർ അബാക്കസിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നോക്കി നോക്കൂ, ഇതാണ് ജൂനിയർ അബാക്കസിൻ്റെ ബുക്ക് വരുന്നത്. ജൂനിയർ അബാക്കസിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ 48 പേജുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു ബുക്കാണ് ജൂനിയർ അബാക്കസിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ ഒരു ടൂൾ കൂടെ വരുന്നുണ്ട്. ജൂനിയർ അബാക്കസിൻ്റെ ടൂള് 7 റോഡ് വരുന്ന ഒരു ടൂളാണ്. ദെൻ ജൂനിയർ അബാക്കസിൽ നമുക്കൊന്ന് ബുക്ക് പരിചയപ്പെടാം. ജൂനിയർ അബാക്കസ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കുറച്ച് ബീഡ്സ് പഠിക്കാനുണ്ട്. ബീഡ്സ് നമുക്ക് ഡ്രോ ചെയ്യാനും അതുപോലെ കൗണ്ട് ചെയ്ത് എഴുതാനും ബീഡ്സ് വരയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പതിയെ നമ്മൾ കാൽക്കുലേഷൻസിലേക്ക് അഡീഷനിലേക്ക് കിടക്കും. പതിയെ നമ്മൾ കാൽക്കുലേഷൻസിലേക്ക് കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അഡീഷൻ കഴിഞ്ഞാൽ പിന്നെ അത് ബീഡ്സിൻ്റെ അഡീഷൻ മാറി നമ്പേഴ്സിൻ്റെ അഡീഷൻ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സബ്ട്രാക്ഷൻ. കണ്ടോ, ഇത് ജൂനിയർ അബാക്കസിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ നോക്കി നോക്ക്, 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സാണ് എല്ലാം. ഇനി അത് കഴിഞ്ഞ് അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ്റെ ബീഡ്സ് തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ്റെ നമ്പേഴ്സ് വെച്ചിട്ടുള്ള അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ വരും. അത് കഴിഞ്ഞ് പിന്നെ ആഡും ലെസ്സും ഒരുമിച്ച് വരും. അതായത് ഒരു ആഡ് ആണെങ്കിൽ ഒരു ലെസ്, ഒരു ആഡ് ഒരു ലെസ് പറഞ്ഞിട്ട് അങ്ങനെ വരും. എന്താ വെച്ചാൽ കുട്ടികൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അവരുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അറിയാമല്ലോ, നമ്മൾ ഇതിൽ കണ്ടോ, ഒരു ആഡ് കൊടുത്തു, ഒരു ലെസ് കൊടുത്തു, 2 ആഡ് കൊടുത്തു, 2 ലെസ് കൊടുത്തു. ഇതൊക്കെ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ പവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്പേഴ്സ് വഴി തന്നെ ആഡും ലെസ്സും ഒക്കെ ഒരുമിച്ച് വരും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇവിടെ ഞങ്ങളുടെ 5th 5 6 7 8 9 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പേഴ്സാണ്. നമ്മൾ ഒരു പേജ് നമ്പർ പകുതി ഒന്നുമില്ല, ഒരു 17ാമത്തെ പേജ് നമ്പർ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ബീഡ്സ് വരയ്ക്കാനും അതുപോലെ തന്നെ കൗണ്ട് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് 5 മുതൽക്കുള്ള അഡീഷൻസ് വരും. അഡീഷൻസ് വരും. 5ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ടുള്ള അഡീഷൻ. അത് കഴിഞ്ഞ് പിന്നെ 6ൻ്റെ കൂടെ 7ൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വരും. പിന്നെ അത് നമ്പേഴ്സ് വെച്ചിട്ട് കണ്ടോ, നമ്പർ വെച്ചിട്ടായിരിക്കും പിന്നെ അത് വരാം. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ സബ്ട്രാക്ഷൻസ് വരും. ഓക്കെ, 5 6 7ൻ്റെ സബ്ട്രാക്ഷൻസ് വരും. അത് നമ്പേഴ്സ് വരും. അതുപോലെ തന്നെ 3 or 4 ഡിജിറ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരും. ഓക്കെ, അത് കഴിഞ്ഞ് സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യും. കുറേ ബീഡ്സ് ഒക്കെ വരയ്ക്കുക, ബീഡ്സ് ഡ്രോ ചെയ്യുക, ബീഡ്സ് കൗണ്ട് ചെയ്യുക, അഡീഷനും സബ്ട്രാക്ഷനും. പിന്നെ 7 8 9 എന്നീ നമ്പേഴ്സിൻ്റെ ആഡ് ലെസ് അങ്ങനെയുള്ള സംഭവം ഒക്കെ വരും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ഒരു 38 പേജ് ആകുമ്പോൾ കണ്ടോ, 2 ഡിജിറ്റ് ആണത്. 2 ഡിജിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 2 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് ആദ്യം കൗണ്ട് ചെയ്യാനും അതുപോലെ ഡ്രോ ചെയ്യാനും പഠിച്ച ശേഷം 2 ഡിജിറ്റിൻ്റെ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പഠിക്കും. ആദ്യം ബീഡ്സിൽ പഠിച്ചതിന് ശേഷമാണ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പഠിക്കുക. അത് കഴിഞ്ഞ് പിന്നെ 2 ഡിജിറ്റിൻ്റെ കുറച്ചും കൂടി വലിയ പ്രോബ്ലംസായി. ഓക്കെ, ഇതിൽ കൂടുതലും അവർക്ക് കൊടുക്കുന്നത് ഫാൻസി ടൈപ്പ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് അങ്ങോട്ട് ടഫ് ഉണ്ടായിരിക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് കണ്ടോ 4 പ്രോബ്ലംസ് വരെ വരുന്നതുണ്ട്. അതുപോലെ തന്നെ മിക്സഡ് നമ്പേഴ്സ് വരുന്നതുണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതാ ബീഡ്സ് 3 ഡിജിറ്റായി 3 ഡിജിറ്റ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കും. 3 ഡിജിറ്റ് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇത് വേണ്ട 3 ഡിജിറ്റ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. 3 ഡിജിറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഇത്രയാണ് നമുക്ക് ജൂനിയർ അബാക്കസിൽ പഠിക്കാനുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ LKG UKG ആൻഡ് PKG കുട്ടികൾക്ക് എന്താ പറയുക 6 മന്ത് കോഴ്സായിട്ടാണ് ചെയ്യുന്നത്. കുട്ടികളുടെ കാലിബറിനനുസരിച്ചിട്ട് കോഴ്സുകൾ ഡിഫറെൻ്റ് ആവും. അതായത് ഒരു കുട്ടിക്ക് ഇത് വേണമെങ്കിൽ 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഹോംവർക്കൊക്കെ കറക്റ്റ് പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ 1 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതല്ല 2 മന്ത് 3 മന്ത് മാക്സിമം ഒരു 4 മന്ത് 6+ മന്ത്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. കാരണം അവർക്ക് കറക്റ്റായിട്ട് ക്ലാസ്സുകളിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ 6+ മന്ത്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ നമുക്ക് വെക്കേഷൻ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ കോഴ്സ് നടക്കുമ്പോൾ ഇത് നമുക്ക് 2 മന്ത്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻക്ലൂഡിങ് ഫസ്റ്റ് ലെവൽ ബുക്കും കൂടെ അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലെവലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജൂനിയർ അബാക്കസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ജൂനിയർ അബാക്കസ് ഇതും അതുപോലെ തന്നെ അബാക്കസിൻ്റെ ബുക്ക് ഇതും അബാക്കസിൻ്റെ ടൂളും ഇതുമാണ് വരുന്നത്. അപ്പോൾ അഡ്മിഷൻ വേണ്ടുന്ന ആൾക്കാർക്ക് എൻക്വയറി എടുക്കാവുന്നതാണ്. ഓൺലൈനിലൂടെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ വേണ്ട ആൾക്കാർക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. ആ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻക്വയറി എടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ജൂനിയർ അബാക്കസിന് ചേർക്കാൻ വേണ്ടി നിൽക്കുന്ന LKG UKG അതുപോലെ തന്നെ LKG UKGക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികൾ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എടുത്ത കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ പാരൻസിന് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചിൽഡ്രൻസ്, ടേക്ക് കെയർ, ബൈ.